സെക്ഷൻ 2 സബ്സെക്ഷൻ 31 രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പേഴ്സണിൻ്റെ സെക്ഷൻ അല്ലേ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 എന്ന് പറയുന്നത്. പേഴ്സൺ അണ്ടർ പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും ഒരു അസസ്യാണ്. നമ്മൾ ആദ്യം പഠിച്ചതായിരുന്നു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ പേഴ്സൺ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ മൈനർ, അൺസൗണ്ട് മൈൻഡ്, ഡിസീസ്ഡ് പേഴ്സണൊക്കെ പഠിച്ചായിരുന്നു. അതുപോലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 സെക്ഷൻ 2 സബ്സെക്ഷൻ 31 അതാണ് പേഴ്സൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF എന്ന് പറയുന്ന. അതും എന്താണ് പറയുന്നത്, അതും ഇൻകം ടാക്സ് ലോ അനുസരിച്ച് ഒരു കമ്പോണൻ്റാണ്, അല്ലെങ്കിൽ ഒരു അസസി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന കമ്പോണൻ്റാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961. Meaning and status under the Act. Under the Income Tax Act 1961, a Hindu undivided family HUF is treated as a separate taxable entity. Since income tax is levied on a person, an HUF is liable to pay tax independently. എന്താ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെക്കുറിച്ച്? ആദ്യം തന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ച്. ഏതായിരുന്നു? ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ച് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്നത് ആരായിട്ടാണ്? ഒരു സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇൻഡിവിജ്വൽ എന്നതുപോലെ തന്നെ ഒരു അസസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്തൊക്കെ ചെയ്യണം? അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേ ചെയ്യുകയും ചെയ്യണം. സിൻസ് ഇൻകം ടാക്സ് ഇസ് ലെവിഡ് ഓൺ എ പേഴ്സൺ, നമ്മൾ പഠിച്ചു ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത് ഒരു പേഴ്സണിലാണ്. പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ ഏതായിരുന്നു? 31. ആൻഡ് HUF ഈസ് ലയബിൾ ടു പേ ടാക്സ് ഇൻഡിപെൻഡൻ്റ്ലി. HUF എങ്ങനെയാണ് ലയബിൾ ആവുന്നത്? HUF ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 രണ്ടാമത്തെ കമ്പോണൻ്റാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ ഒരു സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആയിട്ടാണ് ഇൻകം ടാക്സ് ആക്ട് 1961 കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത് ഒരു പേഴ്സണിലായതുകൊണ്ട് HUFനെ ഒരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടും HUF എന്താണ്? HUF ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യാൻ ലയബിളാണ്. ദിസ് മീൻസ് HUF ഹാസ് ഇറ്റ്സ് ഓൺ പാൻ. ഇറ്റ് ഫയൽസ് ഇറ്റ്സ് ഓൺ ഇൻകം ടാക്സ് റിട്ടേൺ. ഇറ്റ്സ് ഇൻകം ഈസ് ടാക്സ്ഡ് സെപ്പറേറ്റ്ലി ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? HUF എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന് സെപ്പറേറ്റ് പാൻ ഉണ്ടാവും. അതുപോലെ തന്നെ പറഞ്ഞ എന്താണ്? ഈ ഒരു HUF എന്താ ചെയ്യേണ്ടത്? ഇൻകം ടാക്സ് റിട്ടേൺ സ്വന്തമായിട്ട് തന്നെ ഫയൽ ചെയ്യണം. ഇറ്റ് ഫയൽസ് ഇറ്റ്സ് ഓൺ ഇൻകം ടാക്സ് റിട്ടേൺ. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ്സ് ഇൻകം ഈസ് ടാക്സ്ഡ് സെപ്പറേറ്റ്ലി ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? HUFിലുള്ള മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും HUFിൻ്റെ ഇൻകം ടാക്സ് ചെയ്യുന്നത്. അതായത് HUFിൻ്റെ മെമ്പേഴ്സ് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിന് മാത്രം ടാക്സ് ഫയൽ ചെയ്യുക, റിട്ടേൺ ഫയൽ ചെയ്യുക, ടാക്സ് അടയ്ക്കുക. അതേസമയം HUFിൻ്റെ കേസിൽ HUF ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ ബേസിസിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺ HUF സ്വന്തമായിട്ട്
റിട്ടേൺ ഫയൽ ചെയ്യണം. ഇമ്പോർട്ടൻറ്റ്, ദ ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ HUF, സോ വി റിലൈ ഓൺ ഹിന്ദു ലോ ഫോർ ഇറ്റ്സ് മീനിങ്. അതായത് ആക്ട് HUFനെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിന്ദു ലോയിനെയാണ് HUFൻ്റെ ഒരു ഡെഫിനിഷൻസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്യുന്നില്ല, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. അതിന് പകരം ഹിന്ദു ലോ അനുസരിച്ച് ഓൾറെഡി ദെയർ ഇസ് എ ഡെഫിനിഷൻ അബൌട്ട് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെക്കുറിച്ച് ഓൾറെഡി ഹിന്ദു ലോയിൽ ഒരു ഡെഫിനിഷനുണ്ട്. അത് തന്നെയാണ് ഇൻകം ടാക്സ് ആക്ട് 1961 റിലേ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഹിന്ദു ലോ അനുസരിച്ച് എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ പറ്റി പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. അണ്ടർ ഹിന്ദു ലോ, HUF ഈസ് എ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പേഴ്സൺസ് ലീനിയലി ഡിസെൻഡൻറ്റ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ, ഇൻക്ലൂഡ്സ് വൈഫ്സ്, അൺമാരീഡ് ഡോട്ടേഴ്സ്. Key point, HUF is created by status, not by contract. എന്താ പറഞ്ഞേക്കുന്നത്? ഹിന്ദു ലോ അനുസരിച്ച് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാമിലി ആയിരിക്കും. ആ ഫാമിലിയിൽ ആരൊക്കെ ആയിരിക്കും? ഒരു പേഴ്സണിൽ നിന്ന് ലീനിയലി ഡിസെൻഡൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ്, അതായത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററിൽ നിന്ന് ലീനിയലി ഡിസൈൻഡൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫാദർ ഉണ്ടാവും, ആ ഫാദറിന് സണ്ണ്, ഡോട്ടേഴ്സ്, ഹസ്ബൻഡ്സ്, വൈഫ്സ്, അങ്ങനെ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ, ഗ്രാൻഡ് ഫാദർ, അങ്ങനെ ഒരു സെയിം പേഴ്സണിൽ നിന്ന് ഒരു സെയിം പേഴ്സൺ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററിൽ നിന്ന് മുന്നോട്ട് വരുന്ന തലമുറകൾ, അതായത് അവരുടെ സൺ, ഡോട്ടേഴ്സ്, അവരുടെ ഹസ്ബൻഡ് അവരുടെ സൺ, ഡോട്ടേഴ്സ്, പിന്നെ അവരുടെ ചിൽഡ്രൻ, അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ, അങ്ങനെ അതാണ് പറയുന്നത്. എ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പേഴ്സൺ ലീനിയലി ഡിസെൻഡൻറ്റ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു? വൈഫ്സ്, അവരുടെ മകൻ്റെ ഭാര്യമാർ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സും ഉണ്ട്. അതായത് അവരുടെ മകൾ അൺമാരീഡ് ആണെങ്കിൽ ആ മകളും ഹിന്ദു ലോ അനുസരിച്ച് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പറായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ഒരു മെമ്പർ ആവുക എന്ന് പറയുന്നത് അതൊരു കോൺട്രാക്റ്റ് വഴിയല്ല. അതായത് ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ആ ഒരു ഫാമിലിയിലെ മെമ്പർ നിങ്ങളല്ലെങ്കിൽ, ഓൾറെഡി അല്ലെങ്കിൽ അങ്ങനെ മെമ്പർ ആവാൻ സാധിക്കുകയില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത്? ബൈ ബർത്താണ്, ജനിക്കുന്നതിലൂടെയാണ്. അതായത് ആ ഫാമിലിയിൽ ജനിച്ചാൽ മാത്രമേ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹിന്ദു ലോ അനുസരിച്ച് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. ആ ഫാമിലി ആരൊക്കെ ആയിരിക്കും കൺസിസ്റ്റ് ചെയ്യുന്നത്? ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ലീനിയലി ഡിസെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പറായിരിക്കും. അതിൽ ആരൊക്കെ ഉൾക്കൊള്ളുന്നത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഭാര്യമാർ, അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള പെൺമക്കൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പർ ആവുന്നത് ബൈ ബർത്താണ്, ജനിക്കുന്നതിലൂടെ മെമ്പർ ആവുന്നു. പക്ഷേ ഒരു കോൺട്രാക്റ്റ് വഴി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പർ ആവാനായിട്ട് സാധിക്കുകയില്ല. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് മെമ്പേഴ്സ് വേഴ്സസ് കോ പാർട്ട്നേഴ്സ്. മെമ്പർ എന്താണ്, കോ പാർട്ട്നർ എന്താണ്? രണ്ട് ടേമാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ. മെമ്പർ ഓഫ് HUF, ഓൾ പേഴ്സൺസ് ഇൻ ദ ഫാമിലി ഇൻക്ലൂഡ്സ് ഫാദർ, മദർ, സൺസ്, ഡോട്ടേഴ്സ്, വൈഫ്സ്, ഡോട്ടർ ഇൻ ലോസ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ആ ഒരു ഫാമിലിയിൽ എത്ര പീപ്പിളുണ്ടോ, എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. അതായത് ആരൊക്കെയാണെന്ന് നോക്കിക്കേ? ഫാദർ, മദർ, അച്ഛൻ, അമ്മ, സൺസ്, ഡോട്ടേഴ്സ്, അതായത് മകൻ, മകൾ, എത്ര പേരുണ്ടോ അവർ. ഇനി മക്കളുടെ ഭാര്യമാർ, അതുപോലെ തന്നെ ഡോട്ടർ ഇൻ ലോസ്, അതുപോലെ തന്നെ കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികൾ. അപ്പോൾ ഇത്രയും പേരാണ് HUFലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫാമിലിയിൽ എത്ര പേരുണ്ടോ അത്രയും പേരാരായിരിക്കും?
ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. അതിൽ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? അച്ഛൻ, അമ്മ, പിന്നെ അവർക്കുണ്ടാകുന്ന മകൻ, പിന്നെ മകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അൺമാരീഡ് ഡോട്ടേഴ്സ് ആയിരിക്കും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മകനുണ്ടെങ്കിൽ മകൻ്റെ ഭാര്യ, പിന്നെ മകൻ്റെ ഭാര്യയ്ക്ക് ഒരു മകനുണ്ടാവും. ആ മകൻ കല്യാണം കഴിച്ചു വരുന്ന ആൾ, അതായത് ഡോട്ടർ ഇൻ ലോ. ഡോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകളുണ്ടാവുന്നുണ്ടെങ്കിൽ ആ മകൾ അൺമാരീഡ് ആണെങ്കിൽ മെമ്പറാണെന്ന് പറയാൻ സാധിക്കും. ഇനി കോപാർട്ട്നേഴ്സ് ആരാന്ന് നോക്കാം. എ കോപാർട്ട്നർ ഈസ് എ സ്പെഷ്യൽ മെമ്പർ ഹു ഗെറ്റ്സ് റൈറ്റ്സ് ഇൻ പ്രോപ്പർട്ടി ബൈ ബർത്ത്, ഹാസ് റൈറ്റ് ടു ഡിമാൻഡ് പാർട്ടീഷൻ. Traditionally, only male members were co-partners. After Amendment 2005, daughters are also co-partners. എന്താ പറഞ്ഞിരിക്കുന്നത്? co-partners എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെഷ്യൽ മെമ്പർ ആയിരിക്കും. ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ സ്പെഷ്യൽ മെമ്പേഴ്സിനെയാണ് co-partners എന്ന് പറയുന്നത്. ഈ co-partnersന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ജനനത്തിലൂടെ ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലുള്ള പ്രോപ്പർട്ടിയിൽ റൈറ്റ്സ് കിട്ടുന്ന ആൾക്കാർ. കോപാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ജനിച്ചു വന്നു എന്നതുകൊണ്ട്, ആ ഫാമിലിയിൽ ജനിച്ചു എന്നതുകൊണ്ട് പ്രോപ്പർട്ടിയിൽ റൈറ്റ്സ് കിട്ടുന്ന ആൾക്കാരെ കോപാർട്ട്നേഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടി പാർട്ടീഷന് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ, പാർട്ടീഷന് ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ജനിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കോപാർട്ട്നേഴ്സിന് ആ ഒരു പ്രോപ്പർട്ടിയെ പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ കോപാർട്ട്നേഴ്സ് മെയിൽ മെമ്പേഴ്സ് മാത്രമായിരുന്നു കോപാർട്ട്നേഴ്സ്. അതായത് മെയിൽ മെമ്പേഴ്സിന് മാത്രമേ ആ ഒരു ഫാമിലിയിലെ പ്രോപ്പർട്ടിക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ മെയിൽ മെമ്പേഴ്സിന് മാത്രമേ ആ ഒരു ഫാമിലിയിലെ പ്രോപ്പർട്ടീനെ പാർട്ടീഷൻ ചെയ്യാനായിട്ട് ചോദിക്കാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമെൻമെൻറ്റ് ആക്ട് 2005 ഒരു അമെൻമെൻറ്റ് വന്നു. അതോടെ ഡോട്ടേഴ്സിനും പെൺമക്കൾക്കും കോപാർട്ട്നേഴ്സ് ആവാനായിട്ട് ഉള്ള അധികാരം കിട്ടി. അതെന്താ? അമെൻമെൻറ്റ് 2005 എന്താണ് ഡോട്ടേഴ്സിനും കിട്ടിയത്? ഡോട്ടേഴ്സിനും ജനനത്തിലൂടെ ഫാമിലി പ്രോപ്പർട്ടിയിൽ അവകാശം കിട്ടി. അതുപോലെ തന്നെ പാർട്ടീഷന് ഡിമാൻഡ് ചെയ്യാനുള്ള അവകാശം കിട്ടി. അതാണ് മെമ്പേഴ്സും കോപാർട്ട്നേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി 2005 അമെൻമെൻറ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, ദ ഹിന്ദു സക്സഷൻ ആക്ട് 1956 വാസ് അമെൻഡഡ് ഓൺ 6th September 2005. 6th September 2005 ഈ ഹിന്ദു സക്സഷൻ ആക്ടിൽ അമെൻമെൻറ്റ് വന്നത്. ഡോട്ടേഴ്സ് ബിക്കം കോപാർട്ട്നേഴ്സ് ബൈ ബർത്ത്. ഡോട്ടേഴ്സും ജനനത്തിലൂടെ ആരായി? കോപാർട്ട്നേഴ്സായി. ദേ നൗ ഹാവ് ഈക്വൽ റൈറ്റ്സ് ആസ് സൺസ്, റൈറ്റ്സ് ടു ക്ലെയിം പാർട്ടീഷൻ, റൈറ്റ് ഇൻ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി. ദിസ് വാസ് എ മേജർ സ്റ്റെപ്പ് ടുവാർഡ്സ് ജെൻഡർ ഇക്വാളിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്? 2005 അമെൻമെൻറ്റിന് മുമ്പ് എന്തായിരുന്നു? സൺസിന് മാത്രമേ, അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ആൺമക്കൾക്ക് മാത്രമേ പ്രോപ്പർട്ടിയിൽ റൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടി പാർട്ടീഷനും റൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2005 അമെൻമെൻറ്റിലൂടെ ഡോട്ടേഴ്സിനും ഈ പറയുന്ന റൈറ്റ്സ് എല്ലാം കിട്ടി. എന്തിനുള്ളതാണ്? ആൺമക്കളെ പോലെ തന്നെ റൈറ്റ്സ് കിട്ടി. പിന്നെ എന്താണ് സംഭവിച്ചത്? പാർട്ടീഷന് ചോദിക്കാനുള്ള അവകാശം കിട്ടി. അതുപോലെ തന്നെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിലും അവകാശം കിട്ടി. ഇതോടെ ജെൻഡർ ഇക്വാളിറ്റിയിൽ ഒരു പുതിയ മാനങ്ങൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ കൊണ്ടുവരുമായിരുന്നു. അതുവരെ ആൺമക്കൾക്ക് മാത്രമേ ഇതിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇനി കോപാർട്ട്നേഴ്സും അല്ലാത്ത മെമ്പേഴ്സിൻ്റെയും റൈറ്റ്സ് എന്തായിരിക്കും? കോപാർട്ട്നേഴ്സ് ക്യാൻ ഡിമാൻഡ് പാർട്ടീഷൻ, ഹാവ് ഓണർഷിപ്പ് റൈറ്റ്സ് ഇൻ ദ പ്രോപ്പർട്ടി. അത് നമ്മൾ കണ്ടു. കോപാർട്ട്നേഴ്സിന് എന്തിനൊക്കെയായിരുന്നു അവകാശം ഉണ്ടായിരുന്നത്? ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടി പാർട്ടീഷന് വേണ്ടിയിട്ടും അവകാശം ഉണ്ടായിരുന്നു. ഇനി ആ വീട്ടിൽ തന്നെ കോപാർട്ട്നേഴ്സ് അല്ലാതെ അതർ ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഫീമെയിൽ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും? വൈഫും ഡോട്ടർ ഇൻ ലോസും ആണ്. അവർക്ക് കോപാർട്ട്നറി റൈറ്റ്സ് ഉണ്ടാവത്തില്ല. പക്ഷേ അവർക്ക് മെയിൻ്റനൻസ് ആവശ്യപ്പെടാം.
മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഭാവിയിലേക്കുള്ള ഒരു ചിലവിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടിനെ ആയിരിക്കും നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അത് ഇൻഡയറക്റ്റ്ലി പാർട്ടീഷൻ തന്നെയാണ്. ഒരു പാർട്ടീഷൻ, ഒരു ഷെയർ അല്ലേ, ആ ഒരു എന്താണ് അസറ്റ്സിൽ, ആൻസെസ്ട്രൽ പ്രോപ്പർട്ടീസിലുള്ള ഒരു ഷെയർ പോലെ തന്നെയാണ് ഇതെന്നാണ് പറയുന്നത്. മെയിൻ്റനൻസ് ആവശ്യപ്പെടാം, പക്ഷേ എന്താണ് സ്വന്തം മക്കളെയും മകൻ അല്ലാതെ വൈഫ്സിനും ഡോട്ടർ ഇൻ ലോസും മെയിൻ്റനൻസ് ആവശ്യപ്പെടാം. അല്ലാതെ പ്രോപ്പർട്ടിയിലൊരു എന്താണ് ഓണർഷിപ്പ് ഉണ്ടാകത്തില്ല, പക്ഷേ മെയിൻ്റനൻസ് ആവശ്യപ്പെടാം. അതാണ് കോപാർട്ട്നേഴ്സും അതർ മെമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതർ മെമ്പേഴ്സ്, ഫുൾ HUFലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സണ്ണും ഫാദർ ആൻഡ് മദർ ഉണ്ടാവും, അത് കഴിഞ്ഞ് സണ്ണുണ്ടാവും, ഡോട്ടർ ഉണ്ടാവും, പിന്നെ വൈഫ്സ് ഉണ്ടാവും, ഡോട്ടർ ഇൻ ലോസ് ഉണ്ടാവും. അപ്പം ഇതിൽ കോപാർട്ട്നേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാണ്? സ്വന്തം മകനും മകൾക്കും മാത്രമേ കോപാർട്ട്നേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന മകൻ്റെ ഭാര്യ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ജനറേഷൻ വരുന്ന ഡോട്ടർ ഇൻ ലോസിന് എന്താണ്, മെയിൻ്റനൻസ് ആവശ്യപ്പെടാനുള്ള അവകാശമേ ഉള്ളൂ. പക്ഷേ എന്താണ്, പ്രോപ്പർട്ടിയിലോ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിലോ റൈറ്റ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ എന്താ, പാർട്ടീഷൻ ആവശ്യപ്പെടാനും സാധിക്കില്ല. ഇനി കർത്ത എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ. ദ ഹെഡ് ഓഫ് ദ HUF ഈസ് കോൾഡ് ദ കർത്ത, യൂഷ്വലി എൽഡസ്റ്റ് മെയിൽ മെമ്പർ. ട്രഡീഷണലി നൗ ഈവൻ എ ഫീമെയിൽ ക്യാൻ ബി എ കർത്ത ഇഫ് ഷീ ഈസ് ദ എൽഡസ്റ്റ് കോപാർട്ട്നർ. എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്ത എന്ന് പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ഹെഡിനെയാണ് കർത്ത എന്ന് പറയുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹെഡായിരിക്കും കർത്ത എന്ന് പറയുന്ന വ്യക്തി. യൂഷ്വലി അത് ആരായിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന മെയിൽ മെമ്പറായിരിക്കും കർത്തയായിട്ട് വരുന്നത്. യൂഷ്വലി ആ ഒരു ഫാമിലിയിലെ ഏറ്റവും എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആരാണോ അവരായിരിക്കും നോർമലി കർത്തയായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ അമെൻമെൻറ്റിനൊക്കെ ശേഷം ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ഫീമെയിൽ മെമ്പറിനും കർത്തയാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ഹെഡിനെയാണ് കർത്ത എന്ന് പറയുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് HUFലെ ഹെഡാണ് കർത്ത എന്ന് പറയുന്നത്. നോർമലി എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആയിരിക്കും, അതായത് ഏറ്റവും പ്രായം കൂടിയ മെയിൽ മെമ്പറായിരിക്കും കർത്ത എന്ന് പറയുന്നത്. പക്ഷേ അമെൻമെൻറ്റിനൊക്കെ ശേഷം ഫീമെയിൽ മെമ്പേഴ്സിനും കർത്തയായിട്ടിരിക്കാൻ, ഫീമെയിൽ കോപാർട്ട്നറായിട്ടുള്ള ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള കോപാർട്ട്നറായിട്ടുള്ള ഫീമെയിൽ മെമ്പറിനും എന്താവാം, കർത്തയായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഒരു മിനിമം മെമ്പർ റിക്വയർമെൻ്റ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷൻ: HUF ക്യാൻ എക്സിസ്റ്റ് വിത്ത് 1 മെയിൽ പ്ലസ് 1 ഫീമെയിൽ ഓർ even without multiple co-partners in some cases. There is no strict requirement of 2 male members, 2 co-partners. So HUF is ഫ്ലെക്സിബിൾ ഇൻ കമ്പോസിഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? മിനിമം മെമ്പർ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ മെമ്പറും ഒരു ഫീമെയിൽ മെമ്പർ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നാൽ മതി. അതായത് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് ഒരു മെയിൽ മെമ്പർ ഒരു ഫീമെയിൽ മെമ്പർ ഉണ്ടാവണം. അത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപാർട്ട്നേഴ്സ് ഉണ്ടായാലും മതി. ഇനി എന്താ പറയുന്നത്, ആ ഒരു ഇപ്പം പറഞ്ഞ കണ്ടീഷനിൽ ഒരു പ്രൊവിഷൻ പോലെ പറയുന്നതാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഇല്ല. എന്തിനാണ്? ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ മെമ്പേഴ്സ് 2 പേരും മെയിൽ ആവണമെന്നില്ല. അതുപോലെ തന്നെ 2 കോപാർട്ട്നേഴ്സ് ആവണമെന്നില്ല. പേരും കോപാർട്ട്നേഴ്സ് ആവണമെന്നില്ല. അതായത് ഒരു മെയിൽ മെമ്പർ ഒരു ഫീമെയിൽ മെമ്പർ, ആ മെയിൽ മെമ്പറും ഫീമെയിൽ മെമ്പറും കോപാർട്ട്നേഴ്സ് തന്നെ ആവണമെന്നില്ല. അതായത് പിന്നെ പറയുന്നത് എന്താണ്? 2 മെയിൽ മെമ്പേഴ്സ്, 2 മെയിൽ മെമ്പേഴ്സ് ആവണമെന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ മെമ്പർ ആവാം, ഒരു ഫീമെയിൽ മെമ്പർ ആവാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കോപാർട്ട്നേഴ്സ് ആവണമെന്നും ഇല്ല.
അതാണ് പറയുന്നത് കമ്പോസിഷൻ്റെ കാര്യത്തിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫ്ലെക്സിബിൾ ആണെന്ന്. പിന്നെ HUF ഫോം ചെയ്യാനായിട്ട് എറൈസസ് ഓട്ടോമാറ്റിക്കലി ബൈ ബർത്ത് ഇൻ എ ഫാമിലി, നോ ഫോർമൽ എഗ്രിമെൻറ്റ് റിക്വയർഡ്. കീ പോയിൻറ്റ്, HUF ഈസ് ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റസ് നോട്ട് ബൈ കോൺട്രാക്റ്റ്. നമ്മളത് കണ്ടതാണ്. ഒരു HUF ഫോം ചെയ്യാനായിട്ട് അത് എന്താണ്, ഓട്ടോമാറ്റിക്കലി ജനനം വഴി ഒരു മെമ്പർ, ഒരു വ്യക്തി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പർ ആവുകയാണ്. ജനനം വഴി ഒരു വ്യക്തി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെമ്പർ ആവുകയാണ്. അതിനൊരു ഫോർമൽ എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഒരു ഫോർമൽ എഗ്രിമെൻറ്റ് ഇല്ലാതെ തന്നെ ഒരു വ്യക്തി ജനനം വഴി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ മെമ്പർ ആവുകയാണ്. അതാണ് നമ്മൾ പറയുന്നത്. ജനനം വഴി മെമ്പർ ആവുന്നതിനെയാണ് ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസിലൂടെയാണ് അദ്ദേഹം ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിൽ മെമ്പർ ആവുന്നത്, അല്ലാതെ എന്തെങ്കിലും കോൺട്രാക്റ്റ് വഴിയല്ല. അതായത് ഒരു വ്യക്തിക്ക് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ മെമ്പർ ആവണമെങ്കിൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിൽ മെമ്പർ ആവണമെങ്കിൽ ബൈ ബർത്ത് അദ്ദേഹത്തിന് സാധിക്കും, അല്ലാതെ എന്തെങ്കിലും എഗ്രിമെൻറ്റ് വഴി ആയിരിക്കത്തില്ല. കുറച്ച് സ്കൂൾസ് ഓഫ് ഹിന്ദു ലോ ഉണ്ട്. ദർ ആർ 2 മെയിൻ സ്കൂൾസ് ഗവേണിംഗ് HUF. ഒന്നാമത്തേതാണ് ദയാഭഗത് സ്കൂള്, രണ്ടാമത്തെയാണ് മിതാക്ഷര സ്കൂൾ. ഒന്നാമത്തെ ദയാഭഗത് സ്കൂൾ എന്താണെന്ന് നോക്കാം. ഇത് പ്രിവെയിൽ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലും ആസാമിലുമാണ്. ദയാഭഗത് സ്കൂൾ പ്രിവെയിൽ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലും ആസാമിലുമാണ്. കീ ഫീച്ചേഴ്സ്: നോ റൈറ്റ് ബൈ ബർത്ത്, property right arise only after father's death, meaning children do not own property while father is alive. Father has full control. Co-partners: father and his brothers, not sons during father's lifetime. ഇതിൽ പറയുന്നത് എന്താ, ഇതിലൊരു ഡിഫറൻസ് ഉണ്ട്. ദയാഭഗത് സ്കൂൾ എന്ന് പറയുന്നത് പ്രിവെയിൽ ആവുന്നത് വെസ്റ്റ് ബംഗാളിലും ആസാമിലുമാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ജനനം വഴി ഒരു മെമ്പറിനും ഒരാൾക്കും, ജനനം വഴി ഒരു വ്യക്തിക്കും ദയാഭഗത് സ്കൂളിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കുകയില്ല. പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടുന്നത് ഫാദറിൻ്റെ മരണത്തോടെയാണ്. ഫാദർ ജീവിച്ചിരിക്കുമ്പോൾ നെക്സ്റ്റ് മെയിൽ മെമ്പറിന് ഒരിക്കലും പ്രോപ്പർട്ടിയിൽ റൈറ്റ്സ് കിട്ടില്ല. പകരം ആ ഒരു ഫാദർ മരിച്ചു കഴിഞ്ഞാലേ പ്രോപ്പർട്ടിയിൽ റൈറ്റ്സ് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫാദർ ജീവനോടെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫാദർ ജീവനോടെ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് അതായത് മക്കൾക്ക് പ്രോപ്പർട്ടിയിൽ റൈറ്റ്സ് ഉണ്ടാവില്ല, ഫാദറിനായിരിക്കും ഫുൾ കൺട്രോൾ ഉണ്ടാവുന്നത്. ഇനി കോ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാദറും അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും ആയിരിക്കും ഫാമിലിയിലെ കോ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. മക്കൾക്ക് കോ പാർട്ട്നർ ആവണമെങ്കിൽ ഫാദർ മരിച്ചാലാണ് ഈ ഒരു സ്കൂളിൽ സാധിക്കത്തുള്ളൂ. ഇനി മിതാക്ഷര സ്കൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് വെസ്റ്റ് ബംഗാളിലും ആസാമിലും അല്ലാതെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെല്ലാം മിതാക്ഷര സ്കൂളാണ് പ്രിവെയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് പോലെ ജനനത്തോടെയാണ് മിതാക്ഷര സ്കൂളിൽ മെമ്പർ ആവാൻ സാധിക്കുന്നത്. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടി ഈ ഒരു സ്കൂളിൽ ജനിക്കുന്നതിലൂടെ തന്നെ ആ ഒരു കുട്ടിക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ആ ഒരു കുട്ടിക്ക് ഈ ഒരു ബിസിനസ്സിൽ പ്രോപ്പർട്ടീസിൽ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എവരി ചൈൽഡ് ഗെറ്റ്സ് ഷെയർ ഇൻ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ബൈ ബർത്ത് ബിക്കംസ് കോ പാർട്ട്നേഴ്സ് ഓട്ടോമാറ്റിക്കലി. ദിസ് ഇസ് മോസ്റ്റ് വൈഡ്ലി ഫോളോഡ് സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് ഈ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് പോലെ തന്നെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടിയിൽ ജനനത്തിലൂടെ ഒരു ഷെയർ കിട്ടുന്നു. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ്സിൽ കോ പാർട്ട്നർ ആവുകയും ചെയ്യുന്നു. ഇതാണ് മിതാക്ഷര സ്കൂളിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദയാഭഗത് സ്കൂളും മിതാക്ഷര സ്കൂളും. അതായത് നമുക്കിനി ദയാഭഗത് സ്കൂളിൻ്റെയും മിതാക്ഷര സ്കൂളിൻ്റെയും ഡിഫറൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് റൈറ്റ് ഇൻ പ്രോപ്പർട്ടിയാണ്. ദയാഭഗത് സ്കൂളിൽ ഓൺ ഡെത്ത് ഓഫ് ഫാദറിൻ്റെ മരണത്തിലൂടെയാണ് ദയാഭഗത് സ്കൂളിൽ പ്രോപ്പർട്ടി റൈറ്റ് കിട്ടുന്നതെങ്കിൽ മിതാക്ഷര സ്കൂളിൽ എന്തിലൂടെയാണ് കിട്ടുന്നത്, ജനനത്തിലൂടെയാണ് കിട്ടുന്നത്. ഓണർഷിപ്പ് ഡ്യൂറിങ് ഫാദേഴ്സ് ലൈഫ്. ദയാഭഗത് സ്കൂളിലാണെങ്കിൽ ഫാദറാണ് അബ്സല്യൂട്ട് ഓണർ എന്ന് പറയുന്നത്. അതായത് ദയാഭഗത് സ്കൂളിൽ ഫാദറാണ് അബ്സല്യൂട്ട് ഓണർ എന്ന് പറയാൻ കാരണം
ദയാഭഗ സ്കൂളിൽ ഫാദറിൻ്റെ ഡെത്തിലൂടെ മാത്രമേ മക്കൾക്ക് പ്രോപ്പർട്ടിയിൽ അവകാശം കിട്ടുകയുള്ളൂ. അതുവരെ ആ ഒരു പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്നതും ഓണർഷിപ്പ് ചെയ്യുന്നതും ഒക്കെ ആ ഒരു ഫാദർ തന്നെയായിരിക്കും. മിതാക്ഷര സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ഷെയർഡ് ഓണർഷിപ്പാണ്. മക്കളും ഫാദറും ഒക്കെ ഒരുപോലെ ആ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നുണ്ട്. ഇനി കോ പാർട്ട്നേഴ്സിൻ്റെ കേസ് വരുവാണെങ്കിൽ ദയാഭഗ സ്കൂളിൽ ലിമിറ്റഡ് ആയിരിക്കും. കാരണം ഫാദറും ഫാദറിൻ്റെ ബ്രദേഴ്സും മാത്രമായിരിക്കും ദയാഭഗ സ്കൂളിലെ മെമ്പേഴ്സെങ്കിൽ മിതാക്ഷര സ്കൂളിൽ ഒരു വൈഡർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോ പാർട്ട്നേഴ്സ് ആയിരിക്കും. കാരണം ഫാദറും ഫാദറിൻ്റെ മക്കളും മാത്രമല്ല എൻ്റെ ചിൽഡ്രൻ ഗ്രാൻഡ് ചിൽഡ്രൻ ഒക്കെ എന്താണ് കോ പാർട്ട്നേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ദയാഭഗ സ്കൂളിൽ മെയിനായിട്ട് വെസ്റ്റ് ബംഗാളിലും ആസാമിലുമാണ് ഉള്ളതെങ്കിൽ വെസ്റ്റ് ബംഗാളിലും ആസാമും ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രിവെയിലിംഗ് ആയിട്ടുള്ളത് മിതാക്ഷര സ്കൂളാണ്. ഇനി ഒരു ഫൈനൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു സമ്മറി പോലെ പറയുവാണെങ്കിൽ ഇന്ത്യൻ ടാക്സ് ലോയിൽ ഒരു യുണീക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത് കമ്പൈൻ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഫാമിലി ലോയും ടാക്സേഷൻ ലോയും ഒരുപോലെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഹിന്ദു ലോ അനുസരിച്ചുള്ളൊരു ഫാമിലി ലോയുണ്ട്, അത് ഇൻകം ടാക്സ് ആക്റ്റിലേക്ക് കമ്പൈൻ ചെയ്യുകയാണ്. അതായത് ഇവിടെ ഫാമിലി ലോയും ടാക്സേഷൻ ലോയും ഒരുപോലെ കമ്പൈൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ പകരം ആ ഡെഫിനിഷൻ എടുത്തേക്കുന്നത് എവിടെ നിന്നാണ്? ഹിന്ദു ലോയിൽ നിന്ന് തന്നെയാണ് ഡെഫിനിഷൻ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു ലോ ഡിപ്പെൻഡൻ്റ് ആണ് എവിടെ? ടാക്സേഷൻ ലോസിൽ. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ജനറേറ്റ് ആവുന്ന ഇൻകത്തിൻ്റെ ടാക്സേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസിൽ ഉള്ള മെമ്പേഴ്സിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സേഷൻ പ്രോസസ്സും ഡീൽ ചെയ്യുന്നത് ഏത് ആക്ടിൻ്റെ കീഴിലാണ്? ഇൻകം ടാക്സ് ആക്ട് 1961 കീഴിലാണ്. ഇനി കീ ടേക്ക് അവേ ആയിട്ട് പറയുന്നത് HUF എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ഫാമിലി റിലേഷൻഷിപ്പ് ബട്ട് ഈസ് ടാക്സ്ഡ് ലൈക്ക് എ സെപ്പറേറ്റ് പേഴ്സൺ. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ബേസിസിലാണെങ്കിലും ടാക്സ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണ്, സെപ്പറേറ്റ് ടാക്സബിൾ പേഴ്സൺ ആയിട്ടാണ് ഇൻകം ടാക്സ് ലോയിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ഫാമിലി ബിസിനസ് ആണെങ്കിലും ഇതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കത്തില്ല ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിൽ മെയിനായിട്ട് വരുന്നത്. പകരം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് കണ്ട് ആ സെപ്പറേറ്റ് പേഴ്സൺ തന്നെ ആയിരിക്കണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതും പേ ചെയ്യേണ്ടതും ഒക്കെ. ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? കർത്ത ആരാന്ന് പഠിച്ചു, കോ പാർട്ട്നേഴ്സ് ആരാന്ന് പഠിച്ചു. അതുപോലെ തന്നെ പേഴ്സൺ എന്ന് പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 31 അണ്ടറിൽ വരുന്ന രണ്ടാമത്തെ കമ്പോണൻ്റാണ് HUF എന്ന് പറയുന്നത്. HUF ഈസ് കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ സ്കൂൾസ് ഓഫ് ഹിന്ദു ലോ പഠിച്ചു. സ്കൂൾസ് ഓഫ് ഹിന്ദു ലോയിൽ 2 സ്കൂൾസ് വരുന്നുണ്ട്. അതാണ് ദയാഭഗ സ്കൂളും മിതാക്ഷര സ്കൂളും. അതുപോലെ തന്നെ ദയാഭഗ സ്കൂള് വെസ്റ്റ് ബംഗാളിലും ആസാമിലും വന്ന് പഠിച്ചു. മിതാക്ഷര സ്കൂള് വെസ്റ്റ് ബംഗാളും ആസാമും ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്റ്റേറ്റ്സിലും ഈ മിതാക്ഷര സ്കൂളാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം രണ്ടാമത്തെ കമ്പോണൻ്റാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് പേഴ്സൺ ആണ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.